എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡിഷ് ഗ്രീൻ പനീർ മസാല. അത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മിക്സി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 10 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ തൈരിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സിയിൽ അരയ്ക്കണം. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഞാനിത് 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അധികം ഒഴിക്കരുത്, 2 സ്പൂൺ തന്നെ ഒഴിക്കാൻ പാടുള്ളൂ. നല്ലോണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിത് വേവിക്കാൻ. അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് ഓരോ പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. അത് ഓരോന്നും ഇതിലിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് ഓരോന്നോരോന്നായി മറച്ചിട്ട് കൊടുക്കാം. പനീർ ചെറിയ പീസായതുകൊണ്ട് നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ വേവിക്കണ ഒരു ഇതുണ്ട് പൊടി, അതും കൂടി ചേർത്തിട്ടാണ് മറിച്ചിടുന്നത്. കൈ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിടാനായിട്ട്. എല്ലാം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് മറ്റേ ഭാഗം കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അടുത്ത് ഇടാനുള്ളത് ഇടാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം പനീർ വെന്തിട്ടുണ്ടോ എന്ന്. വെന്തുണ്ടെങ്കിൽ നമുക്കെടുക്കാം. പനീർ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ഓയിൽ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് പകുതി വാടുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ സവോള പകുതി വാടി. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക.
പിന്നെ പച്ചമുളക് 4 ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിന് ഒരു കഷ്ണം എടുത്ത് ഞാനവിടെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പില ഒരു 10 അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പനീർ പുരട്ടി വെച്ച അരപ്പ് ബാക്കിയുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അരപ്പ് നിറം മാറി ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീരിടുമ്പോൾ സൂക്ഷിക്കണം, പനീർ വേഗം പൊടിഞ്ഞു പോകും. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പനീർ മസാല തയ്യാറായി കഴിഞ്ഞു.